സുധാകരന്റെയും കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അതിസങ്കീർണമാകുന്ന മാനസികാവസ്ഥയാണ് ഈ ഉള്ളത് ചെന്താമരയ്ക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് കോടതിയിലടക്കം വളരെ കൂളാണ് ചെന്താമര. പക്ഷേ പറയുന്ന വാക്കുകൾ അത് അങ്ങേയറ്റം വെല്ലുവിളി നിറഞ്ഞതാണ്, ഭീഷണി നിറഞ്ഞതാണ് എന്നതാണ്. കോടതിയോട് ഒരു തരത്തിൽ പറഞ്ഞാൽ സാധാരണ നിലയിൽ നമുക്കറിയാം കുറ്റക്കാരനെന്ന് കണ്ടെത്തി ഏറ്റവും ഉയർന്ന ശിക്ഷ. ഇപ്പോഴിതാ കൊല ചെയ്യപ്പെട്ട സജിതയുടെ കുടുംബാംഗങ്ങൾ 3 പേരെയാണ് ഈ കുടുംബത്തിലെ ഈ മക്കൾക്ക് നഷ്ടമായത്. അച്ഛൻ, അമ്മ, മുത്തശ്ശി 3 പേരെയാണ് കൊല ചെയ്തത് ചെന്താമര. ചെന്താമര കുറ്റക്കാരനാണ് എന്നുള്ളത് കാര്യം കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ശിക്ഷാവിധി അടുത്ത ദിവസം തന്നെ ഉണ്ടാവും. അയാളെ തൂക്കിക്കൊല്ലാൻ തന്നെ അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അയാൾക്ക് തൂക്കുകയർ തന്നെ കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അയാള് നല്ലപോലെ വേദനിച്ച് തന്നെ പരമാവധി ശിക്ഷ അയാൾക്ക് കിട്ടും. കോടതിയിൽ വെച്ചിട്ട് അയാൾ നല്ലപോലെ തൂക്കിക്കൊല്ലണമെങ്കിൽ കൊന്നോളം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കും ഞങ്ങളുടെ അച്ഛനും എല്ലാവരും പോയി. അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ അയാൾക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. അയാളുടെ മറുപടി കേട്ട് പേടി തോന്നുന്നുണ്ടോ? നല്ലോണം പേടിയുണ്ട്. അയാൾക്ക് ഒന്നിനെയും പേടിയില്ല. അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. അഭിലാഷ്, കുട്ടികളുടെ മറുപടിയാണ് നമ്മളിപ്പോ കേട്ടത്. എന്റെ മക്കൾക്ക് കുടുംബമില്ലാണ്ടാക്കിയതാണ് ചെന്താമര. എന്റെ മക്കൾക്ക് അമ്മയും അച്ഛനും ഇല്ലാണ്ടാക്കിയതാണ് ചെന്താമര. അതുകൊണ്ട് എന്റെ മക്കൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കും. കൊടുക്കണം ഗവൺമെന്റ്, അത്രയും ഞങ്ങൾ പറയാനുള്ളൂ. അവർക്ക് ഇനി ആരുമില്ല. അതുകൊണ്ട് അവർക്കൊരു ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ എന്റെ അപേക്ഷിക്കും. പിന്നെ പേടി തന്നെ മക്കൾക്ക്. എന്നെ പോലുള്ള ചെന്താമരയുള്ള രൂപം കാണുമ്പോഴേ കുട്ടികൾക്കൊന്നും പേടിയാണ്. രാത്രി മൊത്തം പേടിയാണ്. അതുകൊണ്ടാണ് സജിതയുടെ ചേച്ചിയാണ് സരിത. അഭിലാഷ്, സുധാകരന്റെയും സജിതയുടെയും കുടുംബത്തിന്റെ പ്രതികരണമാണ് ഇപ്പോൾ വന്നത്. ആ കുട്ടികൾ കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. ഞങ്ങൾക്ക് പേടിയുണ്ട് അയാൾ ഇനി പുറത്തിറങ്ങുമെന്ന്. അതുകൊണ്ട് തന്നെ വധശിക്ഷ നൽകണം. എത്രമാത്രം വേദന അനുഭവിച്ചാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും മരിച്ചത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അതേപോലെ അയാളും വേദന അനുഭവിക്കണമെന്ന് ആ കുട്ടികൾ പറയുമ്പോൾ അവരെ കണ്ണ് നിറഞ്ഞൊഴുകുന്ന തരത്തിലാണ് ആ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത്രമാത്രം ആ ഒരു കുടുംബത്തെ തുടച്ചു നീക്കിയ, ഒരു കുടുംബത്തെ ഇല്ലാതാക്കിയ കൊടും ക്രൂരനെതിരായിട്ടുള്ള കോടതിയുടെ വിധിയാണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് 15-ാം തീയതി. ആ കുട്ടികളുടെ വാക്കുകളിലെല്ലാം ഉണ്ട്. ഇനി അയാൾ പുറത്തിറങ്ങുന്നത് ഞങ്ങൾക്ക് ഭയപ്പാണ്. അയാളുടെ കോടതി മുറിയിലെ സംസാരം കേട്ട് തന്നെ ഞങ്ങൾക്ക് പേടിയാവുന്നുണ്ട്. ഞങ്ങളെ കുടുംബത്തെ ഇല്ലാതാക്കിയതാണ്. അതുകൊണ്ട് തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് നീതി ലഭിക്കുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് ആ കുടുംബം പറയുകയാണ്. എന്താണെങ്കിലും 15-ാം തീയതി ഈ കൊടുംക്രൂരന് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇനി ഉയരുന്നത്. തീർച്ചയായും സജിത, സുധാകരന്റെ അമ്മ, അങ്ങനെ 3 പേരെയാണ് ചെന്താമര കൊലപ്പെടുത്തിയത്. അതും വളരെ ആസൂത്രിതമായി. ചെന്താമരയുടെ ഭാര്യ അദ്ദേഹവുമായി അകന്നു കഴിയുകയായിരുന്നു. അതിക്രൂരമായ സ്വഭാവമാണ് ഭാര്യയോടും പുലർത്തിയിരുന്നത്. പലപ്പോഴായി ഭാര്യ മർദ്ദിക്കുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു ഭാര്യ അകന്നു കഴിഞ്ഞത്. എന്നാൽ അന്ധവിശ്വാസിയായ ചെന്താമരയെ അയൽവാസിയാണ് ഇതിന് കാരണം എന്ന നിലയിലേക്ക് വരുത്തി തീർത്തു. അങ്ങനെ വലിയ തോതിൽ ഉള്ള ഭീഷണി ഈ കുടുംബത്തിന് നേരത്തെ തന്നെ നിലനിന്നിരുന്നു. 2019 സജിതയെ കൊലപ്പെടുത്തുന്നു. അതും കഴുത്തിൽ തന്നെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് മാരകായുധം ഉപയോഗിച്ചുകൊണ്ട് കഴുത്തിൽ തന്നെ വെട്ടിക്കൊലപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കുടുംബത്തിൽ ആരുമില്ലാത്ത ഒരു സമയത്തിന് വേണ്ടി അന്ന് ചെന്താമര കാത്തു നിന്നിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. സജിതയുടെ ഭർത്താവായിരുന്ന സുധാകരൻ
തിരുപ്പൂരിലെ ജോലി സ്ഥലത്തേക്ക് പോയ സമയത്തായിരുന്നു സജിതയെ കൊലപ്പെടുത്തിയത്. ആ സമയത്ത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട ആ മക്കൾ അന്ന് വിദ്യാഭ്യാസ ആവശ്യത്തിന് സ്കൂളിൽ പോയിരുന്ന സമയമായിരുന്നു, പഠന ആവശ്യത്തിന് പോയ സമയമായിരുന്നു. അപ്പോഴായിരുന്നു 2019 കൊലപാതകം നടത്തിയത്. അതിലായിരുന്നു നേരത്തെ ഇരട്ട ജീവപര്യന്തം തടവ് ലഭിച്ചത്. എന്നാൽ 2019 ആ കൊലപാതകത്തിൽ പിന്നീട് വിചാരണയ്ക്ക് മുമ്പ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നു. അതിന് ഇടയിൽ ആണ് 2025 ജനുവരി 27 സുധാകരനെയും അമ്മയെയും വകവരുത്തിയത് എന്നുള്ളതാണ്. അതും സമാനമാകുന്ന തരത്തിൽ കഴുത്തിന് പിന്നിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള വെട്ടായിരുന്നു. അങ്ങനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു സുധാകരൻ എന്നുള്ളതാണ്. അതായത് സജിതയുടെ ഭർത്താവ്, സജിതയുടെ ഭർത്താവിൻ്റെ അമ്മ, ഇവരെയെല്ലാം ഇല്ലാതാക്കുക എന്നത് തന്നെയായിരുന്നു ചെന്താമരയുടെ ലക്ഷ്യം എന്നുള്ളത് തന്നെയാണ് ചെന്താമരയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കുടുംബം വലിയ തോതിൽ ആശങ്കപ്പെട്ടുകൊണ്ട് ഭയപ്പാടിൽ തന്നെയാണ് കഴിയുന്നത്. നേരത്തെ തന്നെ മകൾ അഖിലയുടെ പ്രതികരണവും നമ്മൾ കേട്ടതാണ്. ഇപ്പോഴിതാ മറ്റൊരു മകളുടെ പ്രതികരണം കൂടി വരുമ്പോൾ ചെന്താമരയ്ക്ക് ഏറ്റവും ഉയർന്ന ശിക്ഷയാണ് നൽകേണ്ടത്, തൂക്കുകയർ തന്നെയാണ് നൽകേണ്ടത്. തൂക്കുകയർ നൽകൂ എന്ന് ചെന്താമര തന്നെ കോടതിയോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ശിക്ഷ തന്നെയാണ് നൽകേണ്ടത്. ഈ ചെന്താമരയുടെ ഇന്നത്തെ കോടതിയിലെ പ്രതികരണങ്ങൾ പോലും ആ കുടുംബത്തെയേറെ ആശങ്കപ്പെടുത്തുന്നു, ഭയപ്പെടുത്തുന്നു എന്നാണ് ആ മകളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ സജിതയുടെ സഹോദരി പ്രതികരിക്കുന്നത് 2 മക്കൾക്ക് ആരുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ചെന്താമരയാണ്. ഏറ്റവും ഉയർന്ന ശിക്ഷ നൽകണം, ഒപ്പം ഈ മക്കളുടെ ഉത്തരവാദിത്തം സർക്കാർ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത് എന്നതാണ്. ഒരു കുടുംബത്തെ അനാഥമാക്കുന്ന തരത്തിൽ അങ്ങേയറ്റം ക്രൂരമായ തരത്തിലുള്ള കൊലപാതകം ആയിരുന്നു ചെന്താമര നടത്തിയത് എന്ന് മാത്രമല്ല, ഇപ്പോഴും ആ കൊലപാതകത്തിൽ ഒരു തരി പോലും പശ്ചാത്താപമില്ല ചെന്താമരയ്ക്ക് എന്നതുകൊണ്ട് തന്നെയാണ് മറ്റന്നാൾ വരാൻ പോകുന്ന വിധി പ്രസ്താവം നിർണായകമാകുന്നത്. അനുമോദ്. തീർച്ചയായും അഭിലാഷ്, ഇത് തന്നെയാണ് ആ കുട്ടികളുടെ വാക്കുകളിൽ തന്നെ എല്ലാം ഉണ്ട്. എത്രമാത്രം അവർ ഭയപ്പെടുന്നു, എത്രമാത്രം ഭീതിയിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളത്. കാരണം കൊലപാതകം ചെയ്തതിന് ശേഷം, ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിന് ശേഷം പോലും ചെന്താമരയ്ക്ക് ഒരു മാറ്റവുമില്ല എന്ന ആ മറുപടികൾ, ചെന്താമര കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള മറുപടികളാണ്, ജഡ്ജിയോട് പോലും തിരിച്ച് ചോദ്യം ചോദിക്കുന്ന തരത്തിലുള്ള മറുപടികളാണ് ചെന്താമരയുടെ ഭാഗത്തുനിന്നുണ്ടായത്. തനിക്ക് ഒന്നിനെയും പേടിയില്ല എന്ന് ആ മറുപടികൾ തന്നെ വ്യക്തമാകുമ്പോൾ, ജയിലിൽ നിന്ന് ഇയാൾ പുറത്തിറങ്ങിയാൽ ഒരു സംശയവും വേണ്ട, അത് ഞങ്ങളുടെ ജീവന് ഭീഷണിയാണെന്ന് ആ കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു. തന്റെ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കിയ ഒരാൾക്ക് ഏത് തരത്തിലുള്ള ശിക്ഷ, പരമാവധി ഏത് തരത്തിലുള്ള ശിക്ഷ വേണമെങ്കിലും അത് ശിക്ഷ വരെ നൽകേണ്ടതുണ്ട്. കാരണം കോടതിക്ക് മുമ്പിൽ അവർക്ക് നൽകാവുന്ന, സുധാകരന്റെയും കുടുംബത്തിന് നൽകാവുന്ന നീതി ഇയാൾക്ക് ഏറ്റവും വലിയ ശിക്ഷ നൽകുക എന്നുള്ളതാണ്. അതോടൊപ്പം ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, എത്രമാത്രം വേദനിച്ചാകും എൻ്റെ അച്ഛനും അമ്മയും മരിച്ചത്, അതുപോലെ ഇയാളും വേദനിക്കണം എന്നുള്ളതാണ്. കാരണം അത്രമാത്രം ഈ കുടുംബം ഇയാളുടെ പ്രവൃത്തിയാൽ ഇല്ലാതെയായിട്ടുണ്ട്, തകർന്നു പോയിട്ടുണ്ട്, വേദനിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും അച്ഛമ്മയും ഒക്കെ ഈ ലോകത്തുനിന്ന് ഇല്ലാതെയായതിന് ഒറ്റ കാരണം ഈ ചെന്താമര എന്ന ഈ ഒരു മനുഷ്യൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് നീതി നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകി അവർക്ക് നീതി നൽകണമെന്നാണ് ഈ കുടുംബത്തിന്റെ തന്നെ വാക്കുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. അവരുടെ കണ്ണു നിറഞ്ഞുകൊണ്ടുള്ള വാക്കുകൾ അത് കോടതി കേൾക്കും എന്നാണ് നമുക്ക് കരുതേണ്ടത്. അതിന് എന്തെല്ലാം ശിക്ഷ, ഏതെല്ലാം വകുപ്പുകളിൽ എത്ര ശിക്ഷ കോടതി നൽകുമോ എന്നുള്ളത് അറിയണം. പരോൾ ലഭിക്കാത്ത തരത്തിലുള്ള കഠിന തടവാണോ അതോ കൊലക്കയർ തന്നെ ഇത്രയും ഒരു കൊടുംക്രൂരന് കോടതി നൽകാൻ തയ്യാറാകുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. എന്നാണെങ്കിലും പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയ എല്ലാം തെളിഞ്ഞിരിക്കുന്നു, കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനൊപ്പം തന്നെ കോടതിയിൽ ചെന്താമര നടത്തിയ പ്രതികരണങ്ങളും ഈ വിധിയിൽ നിർണായകമായിരിക്കുമെന്ന് നമുക്ക് സംശയം പറയാം. അഭിലാഷ്, നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ശേഷം ചെന്താമരയോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും നിഷേധാത്മകമാകുന്ന നിലപാട് തന്നെയാണ് ചെന്താമര ആവർത്തിച്ചുകൊണ്ടേ ഇരുന്നത്. താൻ എന്ത് ജോലി ചെയ്യുന്നു എന്നതിന് ടാങ്കർ ഡ്രൈവറാണ് എന്ന് പറയുന്നു. കുടുംബവുമായി ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജയിലിൽ കഴിയുന്ന തനിക്കെങ്ങനെ കുടുംബവുമായി ബന്ധമുണ്ടാകും എന്ന് ചോദിക്കുന്നു. സഹതടവുകാരുമായി ആശയവിനിമയം നടത്താറുണ്ടോ? അവരുമായി നല്ല രീതിയിലാണോ സഹകരിച്ചത്? കള്ളന്മാരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുമായി എങ്ങനെ നല്ല സൗഹൃദം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ചോദിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആരാണ് മാനസിക പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞത് എന്ന് കോടതിയോട് മറുചോദ്യം ചോദിക്കുന്നു. താനായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല, പക്ഷെ തന്റെ നേരെ വന്നാൽ ആരെയും വെറുതെ വിടില്ല ഇനിയും എന്നുകൂടി ചെന്താമര പറഞ്ഞു വെക്കുന്ന, കോടതിയിൽ പോലും ചെന്താമര
ഭീഷണി മുഴക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് മറ്റന്നാൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്ന വിധി പ്രസ്താവം എന്ത് എന്നത് പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ചെന്താമരയ്ക്ക് ഇനി എന്ത് ശിക്ഷ കോടതി നൽകുമെന്ന് മറ്റന്നാൾ വരെ കാത്തിരിക്കാം.